നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവ് മുരളി മനോഹർ ജോഷിക്ക് ലോക്സഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് രംഗത്ത്. മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിക്ക് വാരണാസിയിലേക്കാണ് ലോക്സഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മോദിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവിനെ തന്നെ വാരണാസിയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മോദിക്കെതിരെ മത്സരിക്കാനാണ് മുരളി മനോഹർ ജോഷിയെ ക്ഷണിച്ചതായാണ് ഇപ്പോഴുള്ള സൂചന. ഇത് സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി മുരളി മനോഹർ ജോഷി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട്. കാൺപൂരിലെ സിറ്റിംഗ് എംപിയാണ് മുരളി മനോഹർ ജോഷി. സ്വന്തം മണ്ഡലമായ വാരണാസി മോദിക്ക് മത്സരിക്കാൻ വിട്ടു നൽകിയാണ് 2014 മുരളി മനോഹർ ജോഷി കാൺപൂരിൽ മത്സരിച്ചത്. എന്നാൽ മോദി സർക്കാരിൽ ജോഷിക്ക് ഒരു പദവിയും നൽകിയിരുന്നില്ല. മാത്രമല്ല, ഇത്തവണ അദ്ദേഹത്തെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഇത്തവണ മത്സരിക്കേണ്ടെന്ന പാർട്ടി നിർദ്ദേശത്തെ പത്രക്കുറിപ്പിലൂടെ വിമർശിക്കുകയും ചെയ്ത ജോഷി ബി.ജെ.പി. വിരുദ്ധ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. ഇതിലുള്ള അതൃപ്തിയാണ് കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന. എന്നാൽ വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കാൻ ജോഷിക്ക് താല്പര്യക്കുറവുണ്ടെന്നും മറ്റൊരു മണ്ഡലമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട്. ബി.ജെ.പിയുടെ സ്ഥാപക നേതാക്കളായ എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പാർട്ടി മാറ്റി നിർത്തിയിരുന്നു. പ്രായാധിക്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇതിൽ രണ്ട് നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്ന് സൂചനയുണ്ടായിരുന്നു. അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ബി.ജെ.പിയും ശ്രമം തുടങ്ങിയതായി സൂചന. പാർട്ടി നേതൃത്വത്തിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സൂചനകൾ നൽകിക്കൊണ്ട് എൽ.കെ. അദ്വാനി തന്റെ ബ്ലോഗിൽ ലേഖനം എഴുതിയിരുന്നു. പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളെ പാടെ നിരാകരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ബ്ലോഗ്. വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരെ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തുന്നതിൽ ബി.ജെ.പി. വിശ്വസിക്കുന്നില്ലെന്നും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ബി.ജെ.പി. അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്വാനി ബ്ലോഗിൽ വ്യക്തമാക്കിയിരുന്നു. ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് അദ്വാനിയെ മാറ്റി അമിത്ഷായെ സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം പരസ്യം പ്രതികരണം നടത്തുന്നത്. പാർട്ടിക്കിടയിൽ വിയോജിപ്പ് പരസ്യമായി പുറത്തുവരാൻ തുടങ്ങിയതോടെ RSS അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.